ഹേ ഗായ്സ്, ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ക്രേസി അനൂപ്. അങ്ങനെ നമ്മുടെ ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള കാന്തയുടെ തിയേറ്റർ എക്സ്പീരിയൻസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ദ റിയൽ ഡ്രാമാറ്റിക് മൂവി. ഒരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെയാണോ ലൈവായിട്ടൊരു നാടകം കാണുന്നത്, തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതേപോലെ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ ഓരോ മനുഷ്യരും ജീവിക്കുവാണെന്ന് നമുക്ക് ആ ഒരു സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും. എങ്ങനെയാണ് ഒരു മൂവി മേക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത്, ഒരു മൂവി മേക്കിങ്ങിന്റെ ഒരു പാർട്ടായിട്ടുള്ള റിയൽ സ്റ്റോറി പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ഒരു മൂവിക്ക്. അപ്പൊ ഈ ഒരു സ്റ്റോറി എഴുതിയേക്കുന്നത് തമിഴ് പ്രഭ ആൻഡ് സെൽവമണി സെൽവരാജ്. ഒരു സിനിമ എന്താണോ അത് വെച്ചിട്ട് ഒരു സിനിമ ക്രിയേറ്റ് ചെയ്തേക്കുകയാണ്. ഈ ഒരു സ്റ്റോറി എഴുതി വെച്ചേക്കുന്നത് അതുപോലാണ്. ഇത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു റൂമിനകത്തിലെ ഒരു സെറ്റ്, ഒരു വമ്പൻ ഒരു സെറ്റ് ഇട്ടിട്ട് ആ സെറ്റിനകത്ത് നിന്നിട്ടുള്ള കളിയാണ് ഈ ഒരു മൂവി ഫുള്ളായിട്ട് വരുന്നത്. തമിഴ് പടമാണെങ്കിലും എങ്കിൽ പോലും നമ്മൾ മലയാളികൾ പോയിരുന്ന് ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു മലയാളം പടം കാണുന്നൊരു ഫീല്, അത്യാവശ്യം തമിഴ് അറിയാവുന്നവർക്ക് മലയാളം പടം കാണുന്നൊരു ഫീലേ കിട്ടത്തുള്ളൂ. കാരണം മീൻസ് ഒരിടത്ത് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല DQ ഒരു മലയാളം ആക്ടറാണെന്ന്. അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഈ ഒരു പടത്തിൽ DQ ഡബ് ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ്. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ ഈഗോ ഉള്ള കുറച്ച് ആൾക്കാർ, നായികയാണെങ്കിൽ ഈഗോ, നടനാണെങ്കിൽ ഈഗോ, ഡയറക്ടർ ആണെങ്കിൽ ഈഗോ, എല്ലാവർക്കും അങ്ങ് ഈഗോ ആണ് ഈ ഒരു പടത്തിലെ മെയിൻ പ്രശ്നം. ഒരു സിനിമ എങ്ങനെയാണ്, ഒരു ആക്ടർ എങ്ങനെയാണ് എന്നുള്ളത്, എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളത് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഓരോ സീനുകളും എടുത്തു വച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരിയാണ്. എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയ്ക്ക് നന്നായിട്ട് ദുൽഖറിനെ വേറൊരു മൂവിയിലും ആക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല. കറക്റ്റ് ഫ്രെയിം, നമ്മളൊരു ഫ്രെയിം കാണുവാണെങ്കിൽ അതിൽ DQ മാത്രമേ ഉള്ളത് ക്ലോസ് ഷോട്ടുകൾ. അതിൽ ഓരോ എക്സ്പ്രഷൻസും ആ ഒരു ഫേസിൻ്റെ ഒരു ജസ്റ്റ് ചെറിയ മൂമെൻറ്റ്സ് പോലും അത്രയ്ക്കായിട്ട് അതിനകത്ത് നമുക്ക് വിസിബിളാണ്. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അഭിനയിച്ച് ഓരോ ടേക്ക് പോകുന്നത് അതേപോലെ തന്നെ വീണ്ടും റീടേക്ക് എടുത്ത് എത്ര സെയിം ആയിട്ട് ഈ ഒരു സാധനം ചെയ്യുക എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അത് എനിക്കറിയത്തില്ല അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ക്ലോസ് ഷോട്ടുകളും സജഷൻസും ഒക്കെ വെച്ചിട്ട് ഒരു പെരുമഴ തന്നെയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും വലിയ സ്ക്രീനിൽ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ അത്രയും വലിയ സ്ക്രീനിൽ അവരുടെ ഫേസ് മാത്രം ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് അവരുടെ അഭിനയം, ക്ലോസ് ഷോട്ടുകളും സജഷൻസും ഒക്കെ വെച്ചിട്ടുള്ള അഭിനയം മത്സരിക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പരസ്പരം മത്സരിക്കുന്ന, എനിക്ക് അവരെ ആക്ടേഴ്സായിട്ടല്ല എനിക്ക് തോന്നിയത്, റിയൽ ആയിട്ടൊരു മൂവി ആണെങ്കിൽ പോലും രണ്ട് പേര് നിന്ന് അഭിനയിക്കാൻ മത്സരിക്കുന്ന ആ ഒരു സീനുണ്ട്. എൻ്റെ പൊന്നും മക്കളെ, അത് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ കിളി പാറിപ്പോവും. വേറൊരാൾക്ക് ഈ ഒരു സംഭവം ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അത് ചെയ്തു വെച്ചേക്കുന്നത്. DQ ഇട്ടേക്കുന്ന എഫേർട്ട്, ആ ഓരോ ക്ലോസ് ഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, DQവിൻ്റെ ഒരു പടത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില പടങ്ങളിലൊക്കെ നമ്മളൊരു മാസ് BGM ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു സ്ലോ മോഷനൊക്കെ കയറ്റി നമ്മളിങ്ങനെ ഒരു സ്റ്റാർഡം സ്റ്റൈലിൽ നമ്മളിങ്ങനെ ഒരു മാസ് എൻട്രി ഒക്കെ കൊടുത്ത് ഒരു പടത്തിൽ DQവിനെ അങ്ങോട്ട് ഇറക്കി വിടും. അപ്പോൾ ഉണ്ടാകുന്നൊരു കയ്യടി, ആ ഒരു കയ്യടിയെക്കാളിലും എനിക്ക് എനിക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തു. ആ ഒരു കയ്യടിയെക്കാളിലും, അത്രയും ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതിനേക്കാളിലും ആ ഒരു ക്ലോസ് ഷോട്ടിൽ അതിൻ്റെ ഡബിൾ ഇരട്ടി പവറുണ്ട്. ആ ഒരു ക്ലോസ് ഷോട്ടിന് അത്രയ്ക്ക് ഗംഭീരമായിട്ട്, ഇത് ഫുൾ ആക്ടിങ് വെച്ചിട്ടുള്ള പരിപാടിയാണ് ഫുള്ള് കംപ്ലീറ്റ് പോയേക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്, അഭിനയിക്കാൻ കോമ്പറ്റീഷനാണ്. കാരണം DQ ഭാഗ്യശ്രീയും തമ്മിൽ മത്സരിക്കുവാണ് അഭിനയം. എനിക്ക് അങ്ങനെ തോന്നിയത്. റിയൽ ആ ക്യാരക്ടറിൻ്റെ പേരും ബാക്കി ഡീറ്റെയിൽസും അവിടെ മാറി നിൽക്കട്ടെ, പക്ഷേങ്കിൽ ഇതിനകത്തിൽ DQ ഭാഗ്യശ്രീയും കൂടെ മത്സരിക്കുവാണ് അഭിനയിക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ ഇതൊരു റിയാലിറ്റി ആയിരുന്നെങ്കിൽ തന്നെ, ഇതൊരു മൂവി അല്ല, മാറ്റി വെച്ചൊരു റിയാലിറ്റി ആണെങ്കിൽ തന്നെ രണ്ട് ആക്ടേഴ്സ് നിന്നിട്ട് മത്സരിക്കുവാണ്. അമ്പിളിച്ചേട്ടനും ലാലേട്ടനും കൂടെ അഭിനയിക്കാൻ തുടങ്ങി, രണ്ടുപേരോട് മത്സരിക്കുമെന്ന്, അഭിനയിച്ച് മത്സരിക്കുമെന്ന്. അപ്പോൾ അതേപോലെ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ ഒരു പടത്തിലൂടെ കിട്ടിയത്. ക്യാമറ അവരുടെ ബാക്കി വെക്കുന്നു, നിന്ന് അഭിനയിക്കുന്നു. ആ അഭിനയത്തിൽ പറയുന്ന കുറേ ഡയലോഗ്സും കുറച്ച് എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്നാ രസമെന്നറിയാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴയ മമ്മൂക്ക എങ്ങനെയാണോ ചില സീനുകളിൽ, ചില ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകളിൽ കറക്റ്റ് മമ്മൂക്ക തന്നെ ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു റിയലായിട്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ DQവിനെ ആ ഒരു ഒറ്റ നോട്ടത്തിൽ മമ്മൂക്കയുടെ ചെറുപ്പത്തിൽ അങ്ങനെ മമ്മൂക്ക ഇരിക്കുന്ന അതേ ഫീലിങ്സ്, ഒരു വ്യത്യാസവും ഇല്ല.
എനിക്ക് പല ഷോട്ടുകളിലും ഇത് മമ്മൂക്കയല്ലേ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നി. എൻ്റെ പേഴ്സണൽ ഇതാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത്. നമ്മൾ ചാർലി ചാപ്പിൻ്റെ മൂവീസ് കണ്ടിട്ടില്ലേ, അതേപോലെ കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു പടത്തിൽ വരുന്നുണ്ട്. എൻ്റെ മോനെ, അതൊക്കെ എങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ സീനൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തുള്ളെന്ന് തോന്നിപ്പോകും നമുക്ക്. അതുപോലാണ് DQ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ എൻ്റെ മക്കളെ, ഈ ക്ലോസ് ഷോട്ടുകൾ വന്നിട്ടുള്ള ഈ അഭിനയം ഉണ്ടല്ലോ, അത് എത്ര പറഞ്ഞാലും നമുക്ക് മടുക്കത്തില്ല, അത്ര പറഞ്ഞാലും തീരത്തില്ല. അതുപോലാണ് പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ മണിച്ചിത്രത്താഴ് മൂവിക്കകത്തിൽ ശോഭന മാം ഇടുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഇല്ലേ, പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആവുന്നേ, അതേപോലെ കുറേ സീനുകളുണ്ട് ഈ ഒരു പടത്തിൽ. എൻ്റെ മക്കളെ, ഭാഗ്യശ്രീ അത് ചെയ്തു വെച്ചേക്കുന്നത് അത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ആ സീൻ എത്തുമ്പോൾ നമുക്ക് അത് കറക്റ്റ് ഫീൽ ചെയ്യും. അതുപോലാണ്. പിന്നെ ടോട്ടലി ഈ ഒരു ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം മൂവി ഇഷ്ടപ്പെടുന്നവർ, സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. നമ്മളൊരു സിനിമ നടനാകണം അല്ലെങ്കിൽ നടിയാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ വർത്ത മക്കളെ, നിങ്ങൾക്ക് ആക്ടിങ് എന്താണെന്ന് നേരിട്ട് അനുഭവിച്ച് അറിയാൻ പറ്റുന്നൊരു മൂവിയാണ്. അതുപോലെയാണ് ഓരോ ഷോട്ടുകളും പോയിരിക്കുന്നത്. ആ ഷോട്ടുകളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇൻസ്പയർ ചെയ്തത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ആ ഷൂട്ടിൽ അവർ അഭിനയിക്കുന്ന ഓരോ സീനുകളും അത് ഇത്ര ഗംഭീരമായിട്ടാണെന്ന് അറിയാമോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണാൻ കൊതിക്കും. ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ ഓരോ ഷോട്ടുകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നതിന് കയ്യും കണക്കും കാണത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഓരോ ഷോട്ടുകളും നമ്മൾ എൻജോയ് ചെയ്യുന്നതിന് കയ്യും കണക്കും കാണത്തില്ല. അതുപോലുള്ള ഡയലോഗ്സ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്കോർ, മ്യൂസിക്, ഇതെല്ലാം പോയേക്കുന്നത് ഒരു കിടിലൻ സെറ്റപ്പിലാണ്. കാരണം ഇതിന് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നതിന് ജെക്സ് ബിജോയാണ്. പുള്ളിയുടെ ഒരു ലെവൽ എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കൂട്ടത്തിൽ ആ ഡയലോഗ്സ് വിത്ത് ആക്ടിങ്, വിത്ത് ക്ലോസ് സജഷൻ ഷോട്ടുകൾ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ കലാപരിപാടി. എൻ്റെ മക്കളെ, കണ്ടു കഴിഞ്ഞ ഉടനെ കിളി പാറുന്ന സംഭവം. എനിക്കറിയത്തില്ല, അത് നമ്മൾ റിയലി ഒരു ഷൂട്ടിങ് എങ്ങനെ ഒരു സെറ്റിൽ കാണുന്നേ, അതിനൊക്കെ അപ്പുറം നമുക്ക് ഫീൽ ചെയ്യും. ഒരു സ്റ്റുഡിയോ വെച്ചിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൂവി ഷോട്ടുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ലൊക്കേഷൻസ്, അതായത് ഈ ഫ്രെയിമുകൾ ചേഞ്ച് ആക്കുന്നത്, അതൊക്കെ ഒരു സെറ്റിൽ നടക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ചേഞ്ച് ആക്കി കറക്റ്റിന് പൊസിഷൻ ചെയ്തിട്ട് ഡോറ് തുറക്കുമ്പോൾ ഉള്ള സംഭവങ്ങൾ, അതൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പം മൂവിയുടെ ഇത് ഞാൻ പറയുന്നില്ല, അതിൻ്റെ രസവും ഭംഗിയൊന്നും ഞാൻ കളയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം കാണുമ്പോൾ നമുക്ക് രണ്ട് മൂവി കണ്ടൊരു ഫീല് കിട്ടും. ഫസ്റ്റ് ഹാഫിൽ ഷൂട്ടിങ്, പിന്നെ ലൊക്കേഷന്, ഒരു സിനിമ സെറ്റ് എങ്ങനെയാണോ അത്, അതിൻ്റെ കഥ അങ്ങനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്കിതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോയിരിക്കുന്നത്. അതാണ് ഏറ്റവും പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൂവിയുടെ ഒരു പീക്ക് സെക്കൻഡ് ഹാഫിലോട്ടും വരുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫിൽ ഈ ആക്ടിങ് പീക്കെങ്കിൽ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റോറി പീക്കാവും ഈ ഒരു മൂവിയുടെ. കാരണം ഇതിനകത്തിലെ പോലീസുകാരൻ്റെ എൻട്രി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമാണ്. റാണയാണ് ഈ ഒരു പോലീസുകാരൻ്റെ ഇത് ക്യാരക്ടർ ചെയ്തേക്കുന്നത്. എൻ്റെ മക്കളെ, വേറെ ലെവല്. പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്കിനും സിനിമയുടെ ആ ഒരു റിതം അങ്ങ് മാറുക, ചേഞ്ച് ആവുക. പിന്നെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിലോട്ട് മാറും. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയൊക്കെ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു ഫീല് കിട്ടും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു സംഭവമാണ്. ബാക്കി സിനിമയുടെ സ്റ്റോറിയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഭയങ്കര രസമുള്ളിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്, ഭയങ്കര രസമാണ്. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് സീനിൽ കുറേ സീനുകളുണ്ട് മക്കളെ, കരഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിലുള്ള കുറച്ച് ആക്ടിങ് ഉണ്ട് ദുൽഖറിൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ദുൽഖറിൻ്റെ അങ്ങനത്തെ ഒരു മാസീവ് ആക്ടിങ് കാണുന്നത്. ക്യാമറ ഇങ്ങനെ വെക്കും, ഒരു മിനിറ്റൊക്കെ ആ ഷോട്ടെന്ന് തോന്നുന്നത്, 1-2 മിനിറ്റോളം അങ്ങാണ്ട് കട്ട് ചെയ്യാതെ ഇങ്ങനെ ഷോട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കയ്യിലിങ്ങനെ കോരി എടുത്തിട്ട് ഇങ്ങനെ ഷെവറിലൂടെ വിറച്ചിട്ട് മുഖവും, പുള്ളിയുടെ മുടി വരെ അഭിനയിക്കുന്നുണ്ട്. അത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇങ്ങനെ ഇരുന്ന് വിറച്ച് കറക്റ്റ്. എന്നാ ആക്ടിങ്, ഒരു രക്ഷയില്ല മക്കളെ. അഭിനയിച്ച് മരിച്ചിരിക്കുകയാണ് രണ്ടുപേരും ഇതിനകത്തിൽ. DQ ഭാഗ്യശ്രീയും ഇതിനകത്ത് അഭിനയിച്ച് മരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കോരിത്തരിച്ചു പോകും അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഒട്ടും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ലാസ്റ്റ് നടക്കാൻ പോകുന്നത് ഈ ഒരു പടത്തിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു പടം കാണണം. ഞാൻ കണ്ടെന്നെ കിളി പാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്റ്റോറി, അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ്, അങ്ങനെയാണ് ഈ ഒരു പടം പോയിരിക്കുന്നത്. സോ നമ്മളെ ആ ഒരു ആകാംക്ഷയുടെ മുൾമുനയെ നിർത്തി തന്നെയാണ് ഈ ഒരു പടം പോയിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണണം.
കീടിലം പടമാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങളോട്, DQ അഭിനയിച്ചിട്ടുള്ള ഇന്നേ വരെ അഭിനയിച്ചിട്ടുള്ള പടങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ DQവിന്റെ അഭിനയം എന്താണെന്ന്, ഏത് ലെവലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം പോയി തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ ഇരുന്ന് അത് എൻജോയ് ചെയ്യണം, അത് കാണണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും DQ ഏത് ലെവലിലാണ് അത് അഭിനയിച്ചിട്ടുള്ളത്, ആക്ട് ചെയ്തിട്ടുള്ളതെന്ന്. കോമ്പറ്റീഷനാണ്, ആക്ടിങ് കോമ്പറ്റീഷനാണ് ഈ ഒരു പടം. പിന്നെ അപ്പം എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഈ ഒരു പടം കാണാൻ ശ്രമിക്കുക. ഞാൻ കണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. മറ്റൊരാൾ കാണുമ്പോൾ ഇത്രയും വലിയ സംഭവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണമെന്നില്ല. ബിക്കോസ് ഞാനൊരു പടം കാണുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അത് മറ്റൊരാൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് പ്യുവർലി ഇസ് എ ആക്ടിങ് എസ്തറ്റിക്സ് മൂവി. പിന്നെ ചില സീനുകളൊക്കെ നമ്മൾ കരഞ്ഞു പോകും. സത്യം പറഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സീനുകളുണ്ട്. പെട്ടെന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന സീനുകളുണ്ട്. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങൾ കയറി വരുന്നുണ്ട്. നിങ്ങളിത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഒരുപാട് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, നിങ്ങളിത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും കാന്തയുടെ വിശേഷം നമ്മളിവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഞാൻ തോന്നുന്നു ഇച്ചിരി സീരിയസ് ആയി പോയെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു പടത്തിൽ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ഇറ്റ്സ് എ സീരിയസ് മൂവി. അപ്പോൾ എന്തായാലും പുതിയൊരു പടത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം നമുക്ക്. അതുവരേക്കും ബൈ ബൈ.